കേരളത്തിൽ ഭരണം ലഭിച്ചാൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുമ്പ് ചർച്ചകൾ നടത്തുമെന്ന് ഹൈക്കമാൻഡ് കെ സുധാകരന് ഉറപ്പ് നൽകിയതായി സൂചനയുണ്ട്. കെ സുധാകരനെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് വി.ഡി. സതീശനാണെന്ന ധാരണ സുധാകരനുമുണ്ട്. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല സുധാകരന് വേണ്ടി ഇടപെട്ടുവെങ്കിലും സതീശന്റെ പിടിവാശിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു. ഇത്തരമൊരു ഉറപ്പിനാണ് സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള തീരുമാനം പിൻവലിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഘട്ടത്തിൽ പിണറായിക്കെതിരെ വേണമെങ്കിലും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് സുധാകരൻ ഹൈക്കമാൻഡിന് ഉറപ്പ് നൽകിയിരുന്നു. സുധാകരനെ മുൻപ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയതും സതീശന്റെ ഇടപെടൽ വഴിയാണ്. ഡൽഹിയിൽ നിന്നും കണ്ണൂരിൽ തിരിച്ചെത്തിയ സുധാകരൻ എന്ത് പറയുമെന്ന കാര്യത്തിൽ വിസ്മയങ്ങൾ ബാക്കിയാണ്. കെ സുധാകരനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇളവ് നൽകാൻ ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം അടൂർ പ്രകാശ് ഉന്നയിച്ചു. ഹൈക്കമാൻഡ് മുൻപ് നിലപാട് മാറ്റില്ലെന്ന് കരുതി മത്സരിക്കില്ലെന്ന് വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട അടൂർ പ്രകാശ് സുധാകരന് മുന്നിൽ നേതൃത്വം വഴങ്ങുന്നുവെന്ന് കണ്ടതോടെയാണ് നിലപാട് കടുപ്പിച്ചത്. അടൂർ പ്രകാശ് രംഗത്തെത്തിയതും സുധാകരന് വിനയായി. മത്സരിക്കണമെന്ന ആവശ്യം അടൂർ പ്രകാശ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കെ സുധാകരനുള്ള അർഹത തനിക്കുമുണ്ടെന്നാണ് അടൂർ പ്രകാശ് വാദിക്കുന്നത്. കോന്നിയിൽ എന്ത് പ്രത്യാഘാതമുണ്ടായാലും അതിന് താൻ ഉത്തരവാദിയാകില്ലെന്നും അടൂർ പ്രകാശ് ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം. നേരത്തെ ശശി തരൂർ, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. കൂടുതൽ MP-മാർ മത്സരിക്കാൻ ആവശ്യമുന്നയിച്ചപ്പോഴാണ് MP-മാർ ആരും മത്സരിക്കേണ്ടെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. എന്നാൽ കണ്ണൂർ സീറ്റിലേക്ക് കെ സുധാകരന്റെ പേരും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് അടൂർ പ്രകാശ് മത്സരിക്കാനുള്ള ആഗ്രഹം വീണ്ടും ശക്തമാക്കിയത്. ഹൈക്കമാൻഡിന് ഇദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകിയ സൂചന. കെ സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകിയാൽ തനിക്ക് മത്സരിക്കാൻ അനുമതി നൽകണമെന്നാണ് അടൂർ പ്രകാശ് ആവശ്യപ്പെടുന്നത്. MP-മാർ ആരും മത്സരിക്കേണ്ടതില്ലെന്ന പൊതു നിലപാടിന്റെ ഭാഗമായാണ് തന്നെ മാറ്റി നിർത്തിയത്. ഇത് മാറ്റുമ്പോൾ തന്നെയും പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. കോന്നിയിൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കായിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. KSU കാലം മുതൽ താൻ കോൺഗ്രസിനൊപ്പമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോന്നി സീറ്റിൽ തനിക്കും അർഹതയുണ്ടെന്നാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതേസമയം MP-മാർ ആരും മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നാൽ കൂടുതൽ MP-മാർ മത്സരിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും എത്തുമെന്ന് ഹൈക്കമാൻഡ് സുധാകരനെ അറിയിച്ചു. അത് സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കും. ഇന്നലെ രാവിലെ 10 മണിയോടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ സുധാകരൻ വഴങ്ങാതെ നിന്നതോടെയാണ് ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായത്. അടൂർ പ്രകാശും മത്സരിക്കാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം വൈകി. പിണറായിയെ എതിർക്കുന്നവരെ ഒതുക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു പതിവായി മാറിയിരിക്കുന്നു. ചെന്നിത്തലയെ ഒതുക്കി കയറ്റിയതിന് തൊട്ട് പിന്നാലെ എത്തിയ സതീശൻ ആരെയും പിണക്കാത്ത നോൺ അഗ്രസീവായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിനാൽ പിണറായിക്ക് ഉൾപ്പെടെ ആർക്കും സതീശനോട് ഒരു പരാതിയുമില്ല. ഡൽഹിയിൽ കടുത്ത പിടിപാടാണ് പിണറായിക്ക് കോൺഗ്രസിലുള്ളത്. MA ബേബിയെ പോലൊരു ജൂനിയർ അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടെ രാഹുൽ ഗാന്ധിക്ക് പിണറായിയെ ഒഴിവാക്കാൻ കഴിയാതെയായി. രാഹുൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പിണറായിയുമായിട്ടാണ്. തന്നെ നിരന്തരം അപമാനിക്കുന്ന സുധാകരനെ മാറ്റണമെന്ന ആഗ്രഹം നേരത്തെ പിണറായിക്കുണ്ട്. ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും വെട്ടിമുറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ചെന്നിത്തലയുടെ വിശ്വസ്തർ. പിണറായിക്ക് രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസ് ഹൈക്കമാൻഡിലുമുള്ള അവർണ്ണനീയമായ സ്വാധീനം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവർ കരുതുന്നു. ഇതോടെ ചെന്നിത്തല ഒന്നും മിണ്ടാതെയായി. അങ്ങനെ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമായി. പ്രതിപക്ഷ നേതാവ് സതീശന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം സർക്കാരിനെ തന്റെ പിന്തുണ പ്രഖ്യാപിച്ചത് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് എല്ലാവരും കരുതി. തന്നെയും തന്റെ മന്ത്രിസഭയെയും 5 കൊല്ലം മുൾമുനയിൽ നിർത്തിയത് ചെന്നിത്തലയാണെന്ന് മുഖ്യമന്ത്രിക്കറിയാം. ഉള്ളതുമില്ലാത്തതുമായ ആരോപണങ്ങൾ കൊണ്ടുവന്ന് തന്നെ പ്രതിസന്ധിയിലാക്കി. അതിന് പണി കൊടുക്കാൻ അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു. തലമുറ മാറ്റം എന്ന ലൈൻ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത് ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയും പുറത്താക്കാൻ വേണ്ടിയാണ്. അത് അറിഞ്ഞിട്ടും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അറിഞ്ഞില്ലെന്ന് നടിച്ചു. വി.ഡി. സതീശനെ 51 വെട്ടുകൾ മറികടന്ന് പ്രതിപക്ഷ നേതാവാക്കിയത് ഹൈക്കമാൻഡ് നേരിട്ടാണ്.
15ാം കേരള നിയമസഭയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ മഴ തിമിർക്കുകയായിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്ന് രാഹുൽ ഗാന്ധിയും നിലപാടെടുത്തുവെന്നാണ് പറയുന്നതെങ്കിലും അതിന് അടിസ്ഥാനമായ തെളിവുകൾ അക്കാര്യം പറയുന്നവർക്ക് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിന്റെ നിലപാടും VD സതീശിന് അനുകൂലമായിരുന്നു. തീരുമാനത്തോട് ലീഗും പരോക്ഷ പിന്തുണ അറിയിച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്തിമ തീരുമാനം വന്നത്. KC വേണുഗോപാലും പിണറായിയും ഏറെ അടുപ്പം പുലർത്തുന്ന കണ്ണൂർ നേതാക്കളാണ്. കണ്ണൂരിലെ കോൺഗ്രസിൽ സുധാകരൻ മാത്രമാണ് പിണറായിക്ക് ശത്രു. കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം സുധാകരനിട്ട് പണിയാൻ പിണറായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിന് ചരട് വലിക്കുന്നത് പിണറായിയുടെ ഡൽഹിയിലെ ദൂതനായ ജോൺ ബ്രിട്ടാസ് ആണ്. രാഹുൽ ഗാന്ധിയുമായി പിണറായിയുടെ ദൂതുകൾ ബ്രിട്ടാസ് പങ്കുവയ്ക്കാറുണ്ട്. MA ബേബിയേക്കാൾ രാഹുലിന് ബന്ധമുള്ളത് ബ്രിട്ടാസുമായിട്ടാണ്. 2021 പ്രതിപക്ഷ നേതാവാകാൻ ചെന്നിത്തലയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തല നേരിട്ടു. കാര്യങ്ങൾ വിശദീകരിച്ച് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് AK ആന്റണി രാഹുലിനോടും സോണിയോടും പറഞ്ഞിരുന്നു. അവസാന നിമിഷവും ചെന്നിത്തലയ്ക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. ചെന്നിത്തല സംസ്ഥാന നേതൃനിരയിൽ തന്നെ വേണമെന്നും ആദർശവും ആവേശവും കൊണ്ട് മാത്രം പാർട്ടി സംവിധാനങ്ങളെ ചലിപ്പിക്കാനാവില്ലെന്നുമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനോട് പറഞ്ഞത്. എന്നിട്ടും ഫലമുണ്ടായില്ല. കാരണം അതിനപ്പുറമായിരുന്നു പിണറായിയുടെ ബലം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനാവാതെ വിഷമിക്കുകയായിരുന്നു സുധാകരൻ. പിണറായിയോട് ആരെല്ലാം സന്ധി ചെയ്താലും സുധാകരന് അതിന് കഴിയില്ല. സുധാകരൻ്റേത് കണ്ണൂരിൻ്റെ ശത്രുതയാണ്. മാത്യു കുഴൽനാടന് പിന്നിൽ സുധാകരനാണുള്ളതെന്ന് പിണറായിക്ക് അറിയാം. സുധാകരനെ ഒതുക്കാൻ സതീശിന് കഴിയില്ലെന്നും പിണറായിക്ക് അറിയാമെങ്കിലും അദ്ദേഹം ശ്രമിച്ചു നോക്കിയതാണ്. സുധാകരനും സതീശിനുമെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ ഒതുക്കാൻ വേണ്ടിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയെന്ന പേരിൽ ഫ്ലെക്സ് സ്ഥാപിച്ച സതീശൻ പതിയെ പിന്തിരിഞ്ഞു. സതീശൻ ഭയന്നതാണോ അതോ വിരട്ടിയതാണോ എന്ന് ഇനിയും രാഷ്ട്രീയ കേരളത്തിൽ മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന സതീശിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ഒരു വലിയ കെണിയാണ്. താൻ അഴിമതിക്കാരനാണെന്ന് അറിയപ്പെടാൻ ഒരിക്കലും സതീശൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സുധാകരന്റെ കാര്യം അങ്ങനെയല്ല. വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന മട്ടിലാണ് സുധാകരൻ സംസാരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ചാവേറാകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ രംഗത്തിറക്കിയ സുധാകരന് ഒന്നുറപ്പുണ്ട്: പിണറായിയെ എതിർക്കുന്നവൻ കേരളത്തിൽ ജയിക്കും. അതാണ് പതിവ്. അങ്ങനെ സതീഷിനേക്കാൾ ഇമേജ് കുഴൽനാടനുണ്ടായി. ചിന്നക്കനാൽ ഭൂമി ഇടപാടൊന്നും ഏഷ്യത് പോലുമില്ല. കുഴൽനാടനെതിരെ സംസാരിക്കുന്നവർ ശത്രുക്കളാകും എന്നതായി അവസ്ഥ. കുഴൽനാടന് സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. വീണ വിജയന്റെ മാസപ്പടി അന്വേഷിക്കാത്തവർ കുഴൽനാടനെ പിടിക്കാനിറങ്ങിയതിൽ ജനം പുച്ഛിച്ചു ചിരിച്ചു. പിണറായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായി തുറന്നുകാട്ടിയ വ്യക്തിയാണ് മാത്യു എന്നാണ് സുധാകരൻ പറയുന്നത്. നിയമസഭയിൽ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ മുഖ്യമന്ത്രി മാത്യുവിനെതിരെ ആക്രോശിച്ചത് നാം കണ്ടതാണ്.